അണ്ണനെ കാണാൻ ഒരാളെ അണ്ണന്റെ ജനിക്കാതായ മോള് എലിയുടെ മോള് ഇതാണ് മോളുടെ അച്ഛൻ ഇന്നോട്ട് വാസു. നീ ഒരു 5 കോടി ഞാൻ നിന്റെ ദത്തെടുക്കാം. നിനക്ക് നിന്റെ അമ്മയാണോ വലുത് അതോ അമ്മ ഗിഫ്റ്റ് കൊടുക്കാൻ കാറാണോ വലുത്? മര്യാദയ്ക്ക് ഒരു കോടി ഇവിടെ എന്നാ 1 കോടി കൊടുത്താ 1 കോടി വെച്ചില്ലെങ്കിൽ നിന്റെ കണ്ണിനെ ഇപ്പൊ ചൂടിനെടുക്കും ഞാൻ ഒരു എനിക്ക് മുകളിൽ ആകാശ താഴെ ഭൂമി കൊന്നുകളയും ഞാൻ. അണ്ണാ ഇങ്ങോട്ട് വന്ന് അണ്ണനെ കാണാൻ ഒരാള് അണ്ണനെ കാണാൻ ഒരാളെ വന്നിട്ടുണ്ടോ? അണ്ണന്റെ ജനിക്കാതായ മോള് എലിയുടെ മോള് അണ്ണ എലിയുടെ മോള്, അതായത് അണ്ണന്റെ ജനിക്കാതായ മോള്. ഹലോ, എന്താ പേര്? മോളെ ഇതാരെന്നറിയാവോ? നിന്റെ അമ്മ അതായത് മോളുടെ അമ്മയുടെ പഴയ കാവുകൻ. എന്താണ് ഇതാണ് നിന്റെ അച്ഛൻ. അച്ഛനില്ലേ? ഇതാണ് മോളുടെ അച്ഛൻ ഇന്നോട്ട് വാസു. അവൾക്കും നന്ദിയില്ല, കുഞ്ഞിനും നന്ദിയില്ല. അപ്പൊ അണ്ണ ഇതൊന്നല്ല ഇവിടെ നാക്ക് ഇവിടെ അണ്ണാ 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 എന്റെ വാസു എന്റെ തങ്കം പോലത്തെ മോനെ കയ്യും കലാശം കാണിച്ച് വളച്ച്. അണ്ണാ അതല്ല അണ്ണാ എന്റെ മോനെ കൈ പറയുന്ന കേക്ക്. അണ്ണാ എന്റെ മോനെ കയ്യും കലാശം കാണിച്ച് ഇവിടെ വളച്ചെന്ന്. ഓ ഇവളല്ലേ വളച്ച അവനെ ആ മുതുക്കനെ. അണ്ണാ ഇത് രണ്ടും കൂടി കാട്ടിലൊക്കെയാണ് പോണത്. എന്തിനു പോണെന്ന് വെച്ചാൽ ഡേറ്റിന് പോണെന്നൊക്കെ പറയുന്നേ ഉള്ള കാര്യം. പറ്റൂല അണ്ണോ, കുഞ്ഞല്ലടാ അണ്ണാ ഇവള് ഈ കാണുന്ന പോലല്ലേ എന്നെ തെണ്ടി പട്ടിന്നൊക്കെ വിളിക്കുന്ന ഇവള് ചില സമയത്ത്. എന്നാ പോടെന്നൊക്കെ വിളിക്കുള്ളൂ ഇടയ്ക്ക്. ആ അതാണ് കുറച്ചേപ്പോ മാറിക്കോളൂ. ഈ പാമ്പിനെയാണ് ഈ പാല് കൂട്ടണേ എല്ലാരും കൂടി. കാര്യം പറഞ്ഞ ഇതാരെ കൊച്ചറാ? നീ ഒന്ന് ഉറപ്പിക്കടാ ആദ്യം ഒന്ന്. നീ നാട്ടിലുള്ള എല്ലാരും ആദ്യം നീ നാട്ടിലുള്ള എല്ലാരും ആങ്ങളെ. നീ ഇപ്പൊ മോനും മോളും നീ തന്തയും ഇതാവാ നടക്കുന്നു. നീ എത്ര അനിയത്തി വരളിയാ? ഒരു അനിയത്തി എനിക്കൊരു അനിയത്തിയായിട്ട് എനിക്ക് അനിയത്തിയായിട്ടാണോ പറഞ്ഞത്? മാമ ഇപ്പൊ വരും. മാമ വന്നിട്ട് നമുക്ക് ചോദിക്കാം, പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചോദിക്കാം. അതെ ഞാൻ കാര്യം പെട്ടെ, നിന്റെ ആ ഡ്യൂപ്ലിക്കേറ്റ് അമ്മയുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കൂല. അവള് ലോക കള്ളിയാ, ലോക കള്ളി. നീ ഒരു 5 കോടി ഞാൻ നിന്റെ ദത്തെടുക്കാം. അമ്മ നോക്കൂ ഒരുപാട് നിന്റെ അമ്മ ഓടി. ആ കള്ളിയാ അവള്, അവളുടെ മോള് തന്നെ. പെണ്ണെ വലിച്ചു മുട്ട വെച്ചരാ. വാ മുട്ട വെച്ചരാ. പോയി കേറ. ഞാൻ ബാക്ക് എടുക്കാം. ഓക്കെ ഒരു വാണിംഗ് ഒന്നും വണ്ടി 2 സൈഡ് മാറിയുന്നേ. ചന്ദ്ര ഇന്ന് വരുന്നാ പറഞ്ഞേ.
ആര് പീടിയാ പറഞ്ഞിട്ട് എല്ലാത്തിനടി വാറിന്റെ വരട്ടെങ്കിൽ ചന്ദ്രൻ പീടി കിട്ടത്തിന് അതിനാണ് വേഷം മാറി നടക്കുന്നത്. പീഡിയല്ല ഡിയോജെ പീഡിയൊന്നുമല്ല. പീടിയൊക്കെ വിട്ട് നമ്മള് പീടിയൊക്കെ വിട്ട് ഇപ്പൊ ഡിജെ ഇപ്പൊ വക്കീലന്മാരെ നീ അറിഞ്ഞില്ലേ നമ്മൾ ഇന്നലെ ഡിഒജിയുടെ ഓഫീസ് ആക്രമിക്കാൻ നോക്കി 4 അംഗ സംഘമായിട്ട്. അവസാനം 2 അംഗ സംഘം. എന്നിട്ട് നമ്മളിവിടെ ചാത്തിട്ട് പറ എടാ ചോദിക്കാം മാമന്മാര് മാമ എന്തോന്ന് എന്തോന്ന് പറഞ്ഞവള് എടാ വാസ്തുണ്ടാകത്ത് ഒരു ഹെൽപ്പ് ചോദിച്ചാ ഒരു സീക്രട്ട് പറയാൻ വേണ്ടി വന്നേ. മോളെ എന്റെ അടുത്ത് പറഞ്ഞോ, ഞാൻ പറഞ്ഞോളാം. വാസുണ്ണനെ ഞാൻ നമ്മളൊക്കെ ഭയങ്കര തിക് ഫ്രണ്ട്സാ. ആ ചോദിക്ക് എന്റെ അടുത്ത് പറ എന്താ. തരും 10 കോടിയാ? അത് വാസുണ്ണ ചോദിച്ചാൽ എന്റെ 20 കോടി വെച്ച്. എടി ഞാൻ പറയട്ടെ, എന്തിനാണ് നിനക്ക് അല്ല ഇതല്ല സീക്രട്ട് എന്നല്ലേ പറഞ്ഞ, ഇതല്ല എന്തായാലും നീ കള്ളം പറയണ്ട, കാര്യം പറ. ഇതായി ഇവളുടെ മുടി വെട്ടിയാലാ? കേറി നിന്റെ മുടി വെട്ടിട്ട് കേറ് ഹാത്തേറ്. രാജ എവളുടെ മുടി വെട്ടിയാലാ? മുടി കെട്ടാനേ നമുക്ക് മുടി കെട്ടാൻ പറ്റില്ല അത് അല്ലേ? മുടി കെട്ടാൻ പറ്റുമോ എനിക്ക്? അവള് മുടി വെട്ടിയടാ. അല്ല ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റി പിടിച്ചാലോ എന്ത് പറയാണ്? അല്ല ഞാൻ വെയിറ്റ് ഞാൻ നോക്കട്ടെ ഞാൻ കണ്ടില്ല. അല്ല ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റി പിടിച്ചാലോ? ഐഡന്റിറ്റി മാറ്റില്ലേ? എവിടെ ചിന്നോളെ കയറി മുടിയട്ടെ. രാജകുമാരി സത്യല്ലേ? രാജകുമാരിയുടെ ഒന്നും പറയില്ല. ലോകത്ത് ആരും ഇല്ലെങ്കി നീ എന്നെ സുന്ദരി. ഈ മുടി വെച്ച് പാമന്റെ എടുത്താ അതെനിക്കറിയാം മോളെ. ഇങ്ങനല്ലോ വരുന്നേ സാധാരണ. അല്ലടാ അവള് കള്ളിയാ, അവള് അഭിനയിക്കുമല്ലോ. ഇതൊക്കെ അഭിനയല്ലേ, കാര്യം സാധിക്കും. എന്റെ മോനെ വളക്കേ അവനെ സെറ്റാക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് അഭിനയിച്ച് നിക്കരുത്. ഹണിമൂൺ പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. അടിച്ച് കാലടിക്കോ അടിച്ച്. ചന്ദ്രന്റെ മോനാ പറഞ്ഞേ ഹണിമൂണെന്ന്. ചന്ദ്രനെ ഇതുവരെ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. പിന്നെയാണ് നീ ഹണിയും ഇല്ല മൂണും ഇല്ല കേട്ടാ. വേണമെങ്കിൽ പാലോട്ടല്ല ഹണിക്കേവിന്റെ കൂടെ പോണായിരിക്കും. ഒരു കുപ്പ ചായ വെച്ചാൽ അതും കുടിച്ചോണ്ടിരുന്നാലോ എവിടെ ഇല്ല കേട്ടാ. അവളുടെ മൂണ് അതും പോയിട്ട് ആ ചെവുത്തയില്ലാത്ത പൊട്ട ചെറുക്കനെ കൊണ്ടാണോ പോണത്? സൂര്യനെ കൊണ്ടാണോ പോണേ? ആരെടുത്ത് ആരുടെ സോറി വന്നേ? മാമന്റെ അടുത്ത്, അതായത് നിന്റെ അടുത്ത്. ഹലോ എന്താ പറഞ്ഞ? എന്താ? ഇല്ല ഫുഡ് കഴിച്ചില്ല. പാരി തരണ്ട. ഈ വാരി കൊടുത്ത് എപ്പോ എന്റെ ഗേൾ ഫ്രണ്ട് പോലും എന്റെ അടുത്ത് ചോദിക്കാൻ തരലൊക്കെ ഒരു കൊച്ചു ചോദിക്കണ്ട രായ. കണ്ണൊക്കെ നിറഞ്ഞൊഴുകുക. ചന്ദ്ര ഒരു 10 CR മറക്കാനോ തരാൻ വിളിച്ചു? ഇല്ലല്ലയാ നല്ല റേറ്റാ. ഒരു 10 CR ഞാൻ ചോദിച്ചോ. 10 കോടിക്ക് എത്ര പൂജ ഉണ്ടെന്ന് പെണ്ണിന് അറിയാവോ? 10 കോടിക്ക് എത്ര പൂജ ഉണ്ടെന്ന് നിനക്കറിയാവോ? എത്ര പൂജ ഉണ്ട്? ചിന്നൂട്ടി പറഞ്ഞു. എത്ര? തെറ്റി. 7 പൂജയേ ഉള്ളൂ, മറ്റേ 1 ആണ്. ആ ഇല്ല 5 പൂജയേ ഉള്ളൂ മോളെ. എന്നുവെച്ചാ പൊട്ടനാണോന്നാ ചോദിച്ചേ? അതെ എടുത്താറേ നിന്റെ അഭിനയം നടത്തിക്കോ കേട്ടേ കള്ളി. കണ്ട ഇവളെ വിഷം കണ്ട പുറത്ത് പറഞ്ഞ വിഷമോ? ഞാൻ പറഞ്ഞില്ല ഇവളെ കള്ളിയാ. വിളിച്ചാ നിന്റെ നിന്റെ അമ്മേനെ കൊന്നോളാ ഞാൻ. വാവാ അവളല്ലേ ആ കള്ളി. അങ്ങേ
തടി ഉണ്ടായിരുന്നല്ലോ തടി. എടാ തടിയാ, തടിയില്ല. 10 കോടി എന്തിനാ നിനക്ക്? നിന്റെ അമ്മയ്ക്ക് ശവമഞ്ചനം ഉണ്ടാക്കാനാണോ? ആ പിന്നെ എന്തിനാണ് 10 കോടി? പൈസ തരാൻ എനിക്ക് മറ്റേ നോട്ടഡ് മെഷീൻ അല്ലേ എന്റെ വീട്ടിൽ ഇരിക്കുന്നത്. നീ പറയുമ്പോ അട്ടി കണക്കിന് അടിച്ചു വെക്കാൻ. കൊച്ചത്തനാ? ആരാ കൊച്ചത്തെ? അവള് സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്ന് പറഞ്ഞോളൂ നിന്നെ കൊച്ചത്തനാ. ഹാർട്ട് പൊത്തുപോയതും ഹലോ ഓടി ഹാർട്ട് പൊത്തുപോയതും എല്ലാ കഥയും ദേ ഈ മാമനെ കൊണ്ട് പേടിപ്പിക്കും. ചേട്ടാ ജുഗുറു ഒന്ന് പേടിപ്പിക്കണേ. ജുഗുറു ഭയങ്കര പ്രശ്നമാണ് അല്ലേ? ആ കണ്ട 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 കാട്ടിക്കൊണ്ട് വിടുക ഞാൻ കേട്ടാ. അങ്ങോട്ട് മാറി നിക്കടാ. ചന്ദ്രബാബു ഇങ്ങോട്ട് വാ. പിടിച്ചടിക്കണ്ടേ? ദാ, വാസന ഉദ്ദേശിക്കണ്ടേ? സംസാരിക്കണേ. ആ കത്തിയാണ്, ആ കത്തിയാണ്, 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 ഞാൻ കേട്ടാ. കത്തിയാണോടാ? എടി ഈ മാമന്റെ മീശ തൂക്കിട്ട് ആട്ടുന്നില്ല, മനസ്സിലായില്ലേ? ഇവന്റെ ഡയലോഗ് ചേട്ടാടി ആ മാമന്റെ മീശ, ആ മാമന്റെ മീശ എത്ര ഉള്ളൂ നീ? ചന്ദ്ര ആ? മെയിൻ ബാങ്ക് ഇവിടെ പൈസ ഇല്ല, ഇവിടെ പൈസ ഇല്ല. മെയിൻ ബാങ്ക് പോയിട്ട് ഓ ഓ കാരണം എടുത്തിട്ട് ഇതിന്ന് അകത്ത് പോകും, ഉറപ്പായിട്ട് അകത്തു. ഇവനെ കൊണ്ട് എന്ത് പണിക്ക് പോയാലും അകത്തു. ഒരു സംശയമില്ല. ആ ഹലോ 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 അതെ. ആ അപ്പൊ രായമാമ കത്തിപ്പോയി. കാശ് തരാൻ പറഞ്ഞു മറ്റേ എന്തോ കാറിന്റെയോ. പക്ഷെ എനിക്കൊരു 1CR എങ്കിലും കമ്മീഷൻ തരണം. പക്ഷെ ആ ആ തിരിച്ച് കാറ് വാങ്ങിച്ചു തരാന്ന്. കേട്ടില്ല. ആ അമ്മയ്ക്കോട് ഞാൻ കാറ് വാങ്ങിക്കണമെന്ന് പറഞ്ഞില്ലേ? അതായത് ആ കാശ് ഇപ്പൊ തന്നെ കഴിഞ്ഞാൽ എനിക്ക് സെക്കൻഡ് ഹാൻഡ് ഡീലർഷിപ്പിൽ നിന്ന് കാർ കിട്ടും. ആ വണ്ടി വെക്കാൻ പറ്റൂല. ചന്ദ്ര കൈ മേടിക്കും. ചന്ദ്ര എനിക്ക് എന്തായാലും മതി. ചന്ദ്രൻ കത്തിന്നു. ആരാ രാമ ഇപ്പളെ വരത്തില്ല, ഇപ്പളെ നിനക്കെന്നെ വരത്തില്ല. വിശ്വാസം? ഒരു മിനിറ്റ് മര്യാദയ്ക്ക് പറയാൻ നടക്കൂല കേട്ടോ ഇത്. യുഗ്രു ടൂൾസ് എടുത്തോ. അത് പൊക്കടി. വണ്ടി ഇറങ്ങടി, വണ്ടി ഇറങ്ങടി, ഇറങ്ങിട്ട് ആ ഇറങ്ങടി വണ്ടിന്ന്. ഇറങ്ങി. നിന്റെ കയ്യിൽ കാശുണ്ടെന്ന് നീ പറഞ്ഞപ്പോ തന്നെ വ്യക്തമായി. മര്യാദയ്ക്ക് ആ കാശ് തറലിട്ട് വെച്ചോ. കൊച്ചിച്ചനും കൊച്ചച്ഛനൊന്നും ഇല്ല. കാശ് തറ വെക്കടി അവിടെ. 1 കോടി വെച്ചില്ലെങ്കിൽ നിന്റെ കണ്ണിന് ഇപ്പൊ ചൂടിനെടുക്കും ഞാൻ. പൈസ ഇല്ലെന്ന് നീ ഇപ്പൊ പറഞ്ഞു. നീ പൈസ ഉണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു. എനിക്ക് മുകളിൽ ആകാശ താഴെ ഭൂമി കൊന്നുകളയും ഞാൻ. എന്താ കാശാടേ? ഇവിടെ കണ്ണ് കുത്തി പൊട്ടിക്കട്ടെ. ആ ആ പൈസ അച്ഛാ. ആ എത്തണടത്ത് നല്ല ഇടിക്കും. ഇത് പാപ്പം കൊടുക്കുന്ന ആ കൈ നീട്ടാ വെയിറ്റ് ഒക്കെ വെച്ച് കൈ നീട്ടാ. കൈ നീട്ടണ എങ്ങനെ? ഇവർ കൈ നീളില്ല. എനിക്ക് നീളുന്നില്ല. പറ്റിയാണേ. ആ എന്നാ കൈ ഷുഗർ ഇങ്ങോട്ട് വന്ന കാര്യം പറയട്ടെ. അവളെന്താ പറയുന്ന അവളെന്താ പറയുന്നറിയോ? ഇൻഡയറക്റ്റ് ആയിട്ട് കൈ നീട്ടി തെണ്ടാനാണ് പറഞ്ഞത്. ചന്ദ്രൻ നീട്ടി ഇടുക്കേ നീ നമ്മളെ
നിന്റെ അമ്മയെ കൊല്ലുപടി, ഞാൻ നിന്റെ അമ്മയെ കൊല്ലുപടി. നീ ഇന്ന് നീ അനാഥയായിട്ട് ജീവിക്കടി, നീ അനാഥയായിട്ട് ജീവിക്കടി, നീ അനാഥയായിട്ട് ജീവിക്കടി. നിന്റെ കാശ നിനക്ക് നിന്റെ അമ്മയാണുള്ളത്. നിനക്ക് നിന്റെ അമ്മയാണോ വലുത് അതോ അമ്മ ഗിഫ്റ്റ് കൊടുക്കാൻ കാറാണോ വലുത്? അമ്മ ഉണ്ടെങ്കിൽ എല്ലാവരും നിനക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അമ്മ നിനക്ക് നാളെ ഗിഫ്റ്റ് കൊടുക്കാം, മനസ്സിലായി? ആ ഒരു മര്യാദയ്ക്ക് ഒരു കോടി ഇവിടെ ഇട്ടാ. എന്നാ ഒരു കോടി കൊടുത്താ. ഒന്നുമില്ലല്ലേ? അപ്പൊ നിന്നെ തപ്പി നോക്കട്ടെ. നിന്നെ തപ്പി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ എടുക്കും കിട്ടണതിന്റെ. അത് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഒരു കോടി കറക്റ്റ് കൊടു. എടാ മറ്റേ എടാ ജുഗർ മറ്റേ സ്റ്റീൽ മെറ്റീരിയൽ എടുത്താ? നീ മറ്റേ സ്റ്റീലാണ് എടുത്താ? എനിക്ക് തന്നെ അതെനിക്ക് തന്നെ. എവിടെ എടുത്ത സംശയം നടക്കൂല. ആ ഓക്കെ, കിട്ടി. ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ സാധനങ്ങൾ ഞാൻ എടുത്തു കൊടുക്കും. എന്നാ എടാ ഈ 10,000 രൂപ ഉണ്ടല്ലോ, നിന്റെ അച്ഛന് വാങ്ങൂ. 8 മൊത്തം കൊടുക്കില്ലേ? മൊത്തം കൊടുക്കുവേ. 8 എന്ത് 10 7 പൂജ്യം 10 കോടിയുടെ ബാക്കി നമ്മൾ തിരിച്ച 9 കോടി. എവിടെ അങ്ങ് തീർത്താലാ ഞാൻ? എനിക്കങ്ങ് തരിക്കും. എനിക്കങ്ങ് കയറി വണ്ടി കയറി നിന്നെ കൊണ്ടുപോയി വിടാൻ പോണ് അപ്പുറത്തെ കൺട്രിയിൽ. സിറ്റി കൊണ്ടുവിടാൻ പോണു. തല്ല നോക്കിയല്ല രായ, പിള്ളേരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ്. എവളക്കം നടക്കിറങ്ങിയതാണ് വണ്ടിയില്ല. ലിഫ്റ്റ് വരെ കാലൊക്കെ കഴിച്ച് വയ്യ. പഴയ കൽകാരല്ലേ ഇത്? എന്റെ പേര് രായൻ, ഓർമ്മയുണ്ടോ? കൽകാര, എന്തൊക്കെയുണ്ട് വിശേഷം? ഭയങ്കര വെയില. ഞാൻ പഴയ ചന്ദ്രൻ. എവിടെ പോയി? പിന്നെ ഞാൻ കണ്ടു. ഞാൻ പഴയ ചന്ദ്രൻ, മനസ്സിലായ? ഈ ചിന്നു കൊച്ച് ചിന്നു ഇങ്ങോട്ട് വന്ന ചിന്നു. അത് നമ്മളെ മാമൻ. വെട്ടുകത്തി ബഷീർ. ഹായ് കുട്ടി. നിങ്ങളൊക്കെ എന്താണ് പരിപാടി? നമ്മളീ നടക്കാറിങ്ങിയതാ. വണ്ടിയില്ല. നമുക്ക് ഒരുമിച്ച് നടന്നാലോ? നടക്കാം. രായൻ മാമൻ നല്ല നടുവേന. മാമ വണ്ടി വരാ. കുട്ടി കൊറേ നാളല്ലേ? ഇല്ല, കൊറേ കാലത്തിന് ശേഷം. എവിടെയായിരുന്നു നീ? പോയിരുന്നു? ഞാനിങ്ങനെ വരും പോവും വല്ലപ്പോഴും. ഇനി കാണത്തില്ല ഇവിടെ? അത് ഇടക്കിടക്ക് മാവേലി. എനിക്ക് മോർണിംഗ് വാക്കിന് സമയടാ. ഞാൻ ആ കുട്ടിയുടെ നടന്നിട്ട് വരാം. ഇല്ലല്ല, ചിന്നിമോള് വരട്ടെ. ചിന്നിമോളെ കൊണ്ടാ. ചേച്ചിയുടെ അടുത്ത് എന്നെ കുറച്ച് നൈസായിട്ട് പൊക്കിയൊക്കെ പറയണം കേട്ടാ.
കാശ് തരാം വല്ല മുട്ടായി അയച്ചു തരാം വാ 10 കോടിന്റെ അച്ഛൻ പോരെ 10 കോടി പിന്നെ അയ്യോ എടി നീ ചിന്നുമോളാണോ എവിടെ കൊണ്ട് വെക്കോടി നീ 2 കോടിയൊക്കെ എടുക്കാൻ പറ്റുമോ നിനക്ക് നിനക്കൊരു 1 ലക്ഷം 1 ലക്ഷം രൂപയുടെ കെട്ടെടുക്കാൻ പറ്റുമോടി നിനക്ക് ചെറുതേ എന്റെ കൈയൊക്കെ തരിക്കുന്നുണ്ടാ ഇവിടെ കുണങ്ങണ്ടാണ് പാമ്പിന്റെ മോള് ഓന്ത് മാറും ഇതുപോലെ ഓന്തിന്റെ മോള് നമുക്ക് ഇവയിലേക്കൊക്കെ എലിയെ തീർക്കാം കിടുവിന്റെ കൂടെ ഞാൻ അന്വേഷിച്ച് ഇവിടെ മൊത്തം നടന്നു ആണല്ലേ രായ കുറച്ച് കിടുവാണ് അത് വേറെ കാര്യം 2 മാസം ആണല്ലേ പാവം അവൻ പോണ മുമ്പേ അവൻ നിന്നെ പറ്റി പറഞ്ഞിട്ടാ പോയത്. എന്റെ തമാശ കേട്ടില്ല എടാ നമ്മള് നിക്കില്ലടാ നിക്ക് ആ ചന്ദ്ര. അളിയ മറ്റേ പള്ളി വിളിക്കണം ഒരു മിനിറ്റ്. ചന്ദ്ര ആ. ചന്ദ്ര എവിടെ ഉണ്ട്? അല്ലെ ഞാൻ ഇവിടെ ഉണ്ട്. അളിയ ഇവിടെ അളിയ നമ്മുടെ കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി, ഒന്ന് വരാമോ? അളിയ ആ, ഞാന് 7 അളിയന്റെ അളിയ, മോർണിംഗ് നമ്മള് പെട്ട്. അളിയന്റെ മോർണിംഗ് വാക്കിന്റെ ടൈമാണ് അളിയത്. എനിക്ക് ഈ സമയത്ത് വേറെ ഒരു പരിപാടി എടുത്ത് വെക്കാത്തയാണ്. അളിയ അളിയന് ഞാൻ വിളിച്ചാ വരാൻ പറ്റില്ലല്ലേ, അതിനും വലിയ തിരക്കായി അല്ലേ? ആരോ അടുത്തുനിന്ന് കരയുന്നുണ്ടല്ലോ, കാറിലാണോ? അളിയ കാറ് ബ്രേക്ക് ഡൗൺ ആയി പോയി. വാ വേഗം വാ 7049 7049 അളിയ അളിയോ അളിയോ അളിയ വാ അളിയ, ഒന്ന് കാറിലോ പൈസ തരാന്ന് ഇവിടെ നിക്കുവാ. കാറിലൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് ഒക്കെ ഉള്ളല്ലേ. അളിയനെ പോലെ പണിയിലാണ്ട് നടക്കുവാണോ ചന്ദ്ര? കാലിൽ കൂടി വെള്ളം വീണു. ഈ വെള്ളം എവിടെ ഇങ്ങനെ? ആ ഹലോ കൂട്ടുകാരാ, ഹലോ കൂട്ടുകാരാ. കൂട്ടുകാര 7047 വേഗം വരും. ആ വരാം. അളി നിനക്ക് ബൂസ്റ്റ്. ഏ? അളി നിനക്ക് വേഗം boost. വന്നെ. ചന്ദ്രമാമ ഇവിടെ എല്ലാരും ഹെൽപ്പ് ചെയ്യാറുണ്ട്, ആ. സിറ്റിയിൽ എല്ലാരും ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബൂസ്റ്റ് അവിടെ. കാശ് കൊടുക്കണം പറഞ്ഞു. പേര് കേട്ടോ എന്റെ അപ്പൂപ്പന്റെ പേര് ചോദിക്കേ ഇപ്പൊ പറഞ്ഞു. ഹലോ ആണോ? ഹായ് ആ നമുക്ക് നടന്നാലോ? കൽഹാര. കൽഹാര കൽക്കേറി. നടക്കാം ആ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് നടന്നാലാ? എങ്ങോട്ട്? ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടൊക്കെ കുറച്ച് വാക്കിങ്ങിനുള്ള ഒരു സ്ഥലമുണ്ട്, കുറച്ച് നല്ല. പോവാലോ. ആ ഓക്കെ ചിന്നക്കുട്ടി വാ. അവര് വരുന്നില്ലേ? അവര് വരുന്നുണ്ട്. ആ വരും. ഡെലുലു ഫ്രണ്ടാണോ? അല്ല ഞങ്ങളിപ്പോ പരിചയപ്പെട്ട friends. ആ ഡെലുലു എന്താ ഇത് എനിക്ക് അറിയുന്നുണ്ട്. ഡെലുലു തന്നെയാണോ? ആ അറിയാം, നമ്മള് മറ്റേ സബ് ഗുരുവിന്റെ ഇവന്റിന് അന്ന് കൊണ്ടുപോയാ അതന്നെ. അതിനുശേഷം വള്ളി എടുത്ത യെസ് അത് തന്നെ. അത് തന്നെയല്ലേ? ഓക്കെ ആ. ശരി അല്ലെങ്കിൽ നിങ്ങൾ നടന്നോ? ഞങ്ങള് കുറച്ച് ജോയിൻ ചെയ്തോളാം. നിങ്ങൾ നടന്നോ. ഓക്കെ ചിന്നുമോളെ കൂടി ഇടാം, സംസാരിച്ചു പോയാലോ. ചിന്നു. ഏതാ ചിന്നുമോളെ? ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അതെ. ഓക്കെ ബൈ ബൈ. ആ ഓക്കെ. ഞാൻ മമ്മദേ ചായ കുടിക്കാൻ കയറി അപ്പുറം തട്ടുകടയിൽ. ആര്? ചേച്ചിനെ കൊണ്ടുപോല. ചേച്ചി എന്താ നിന്നെ തുപ്പിയാ? ഇപ്പൊന്നുമില്ല. അപ്പൊ എന്തോ പറഞ്ഞു? ചേച്ചിന്റെ ഇംപ്രഷൻ എന്തായിരുന്നു? ഓഹോ വേറെന്താ ചോദിച്ചാ? നമ്പർ എന്താ ചോദിച്ചാ? എന്റെ കുറച്ച് ഡിമാൻഡ് സംസാരിക്കണം കേട്ടോ, കുറച്ചുകൂടി. അങ്ങനെ ചന്ദ്രമാമൻ അങ്ങനെ ആരോടും സംസാരിക്കാത്തയാണ്. കൽഹാരുടെ അടുത്താണ് ആദ്യമായിട്ട് സംസാരിക്കുന്ന കണ്ടേ. അങ്ങനെയൊക്കെ പറയണം, മനസ്സിലായില്ലേ? ഫയർ വന്ന് രാമ നീകന. ആ ഗിഫ്റ്റ് തരാം ഒന്നോടെ. കുറച്ച് ഒരു മിനിറ്റ്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം സാറേ? ആ പീടി എത്തിയാ ഒരു പ്രശ്നമില്ല ഇവിടെ. എടാ ചന്ദ്രൻ പോയോ? ആ അളിയ SRK സ്ലോട്ടിലില്ല, പക്ഷെ ഇവന്റെ താളം ഉണ്ടല്ലോ അളിയ. ഇവൻ ആരെങ്കിലും കൊണ്ട് കഴിക്കും ഇവനെ. ഞങ്ങളെ കഴിക്കുമല്ലോ. അതിന് വേണ്ടിയാണ് എന്നെ വിട്ടേക്കണേ. ഇവനെ അത് നീ ഉള്ളപ്പോഴല്ലേ ഒറ്റയ്ക്ക് മിണ്ടാതെ സംസാരിക്കുന്നത്. ആരെങ്കിലും കൂടെ ഉള്ളപ്പോഴേ ഈ ഒരു ആവേശമുള്ളൂ. സത്യ ചന്ദ്ര കൊച്ചിനെ പൈസ കൊടു നീ. ഏത് കൊച്ചിന്? എന്തിന് തരാന്ന് പറഞ്ഞ? ആ അങ്ങനെ വലിയ അങ്കിളുമാരങ്ങനെ പല തമാശകളും പറയും. അതിലൊന്നും പിള്ളേര് വീഴല്. അല്ലെങ്കിൽ നീ എന്നെ അങ്ങ് ഏണി വെച്ച് കയറി എന്നെ അങ്ങ് അടിക്കുന്നേ. ഒരു കച്ചവടം നടത്താൻ
എടാ എന്തിനാ എടാ ആരെ കൊന്നിപ്പോ നീ അല്ലടാ ഇപ്പൊ കൊന്നെ എസ്ആർക്കെ ഈ വാളത്തിനെയൊക്കെ ഉണ്ടാക്കി തള്ളിയല്ലേ. എടാ അത് നീ പക്ഷെ ഇവിടെ ഉണ്ട് പേടിക്കല്ലേ എന്റെ അളിയനെ തുറന്നോടാ ഞാനുള്ളപ്പോ